സുന്ദരീസ്, വെൽക്കം ടു അസ്വി ബ്ലോഗ്സ്. അപ്പോൾ അടുത്തൊരു മോർണിംഗ് റൂട്ടീൻ നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എണീറ്റ് മുടി ഇത്ര നേരം നമ്മൾ കെട്ടി വെച്ചിട്ടുള്ളതല്ലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ അഴിച്ച് ഒന്ന് ലൈറ്റായിട്ടൊന്ന് മസാജൊക്കെ ഒന്ന് കൊടുക്കൂട്ടോ. ഒന്നൊരു ഒരു ഒരു മിനിറ്റെങ്കിലും മുടി അഴിഞ്ഞ് കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട്, കാരണം എനിക്ക് മുടി അഴിച്ചാൽ ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ മിക്കവാറും സമയം മുടി കെട്ടിയാണ് വയ്ക്കുക. പക്ഷേ അതും നല്ലതല്ല കേട്ടോ, ടൈറ്റായിട്ട് നമ്മുടെ ഇത് സ്കാൽപ്പൊക്കെ ഇങ്ങനെ വലിയണ കാരണം അത് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റ് ഉടനെ തന്നെ ജസ്റ്റ് ഒന്ന് സ്കാൽപ്പ് ഇതേപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഞാൻ എഗെയിൻ ഇതേപോലെ ഉണ്ടയാക്കി കെട്ടി അങ്ങോട്ട് വെക്കും കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് കൈ കഴുകും. അതിന് ശേഷം ലൈറ്റായിട്ടുള്ളൊരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് മുഖം ഒന്ന് വാഷ് ചെയ്യും. ചിലപ്പോൾ ഞാൻ ഓട്സ് പൗഡർ വെച്ചിട്ടൊന്ന് വാഷ് ചെയ്യാറുണ്ട്, ചിലപ്പോൾ കടലമാവ്. പക്ഷെ കൂടുതലും ലൈറ്റായിട്ടുള്ള ലൈക്ക് അധികം ഫ്രേഗ്രൻസും അങ്ങനെയൊന്നും ഇല്ലാത്ത ഹാർഷല്ലാത്ത ഏതെങ്കിലും ഫേസ് വാഷാണ് കേട്ടോ യൂസ് ചെയ്യുക. എന്നിട്ട് ബ്രഷ് ചെയ്യും, കുറച്ച് സമയമെടുത്ത് ബ്രഷ് ചെയ്യും. ഞാൻ മുന്നത്തെ പോലെ ഭയങ്കര ധൃതി പിടിച്ച് കാര്യങ്ങൾ ചെയ്യാറില്ല കേട്ടോ. മുന്നേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീക്കുന്നു, പടപടപടേന്നെല്ലാം തീർക്കുന്നു, ഒന്നും എന്താ ചെയ്യുന്നതെന്ന് തന്നെ അറിയില്ല. അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല, കുറച്ച് സമയമെടുത്ത് ബ്രഷൊക്കെ ചെയ്ത് എന്ന് വെച്ചാൽ വളരെ ആസ്വദിച്ച് അങ്ങനെ പറ്റാവുന്ന മാക്സിമം സമയം എടുത്തിട്ട് ഞാൻ കേട്ടോ ചെയ്യുക. ഒരു പീസ്ഫുള്ളായിട്ട് എനിക്ക് ദിവസം തുടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ വർഷത്തെ എൻ്റെ ഒരു റെസൊല്യൂഷൻ പോലെ തന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ. അതിനുശേഷം മോയ്സ്ചറൈസർ ഇടും, പിന്നെ സൺസ്ക്രീൻ ഇടും, പിന്നെ ചിലപ്പോൾ ലിപ് ബാം ഇടും. പക്ഷേ ചിലപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ ജിമ്മിൽ പോണേക്കാട്ടിനും തൊട്ട് മുന്നായിട്ടാണ് ലിപ് ബാം ഇടുന്നത്. ഇപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് കൊണ്ട് തന്നെ സ്കിൻ കെയർ ചെയ്യണം. എന്താ ചെയ്യുക, എന്തായാലും ജിമ്മിലേക്ക് പോകണമല്ലോ. പിന്നെ ഞാൻ ഫസ്റ്റ് കൊളാജൻ ഷോട്ട്സ് ആണ് കേട്ടോ എടുക്കുക. അതാണ് ഞാൻ എടുക്കുന്ന സപ്ലിമെൻറ്റ്. ഞാൻ ഒറ്റൊരു സപ്ലിമെൻറ്റ് എടുക്കുന്നുള്ളൂ ഇപ്പോൾ, അത് കൊളാജൻ ഷോട്ടാണ്. അതെടുക്കുമ്പോൾ എന്താ വെച്ചാൽ എൻ്റെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് നന്നായിട്ട് കുറയുന്നുണ്ട്. പിന്നെ ഞാൻ അപ്പം തന്നെ ഒരു ഇളം ചൂടുവെള്ളം ഗ്ലാസ്സിലാക്കി വെക്കും, അത് കുടിച്ച് തീർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു സ്റ്റൗവിൽ നമ്മൾ ഒരു മുട്ട വേവിക്കാൻ വേണ്ടി വെച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട്, പിന്നെ പാല് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്, പിന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ചായ കേട്ടോ. ഏട്ടൻ ഇപ്പോൾ ചായയൊന്നും കുടിക്കുന്നില്ല. പിന്നെ ഏട്ടൻ ഇല്ലതാനും ഏട്ടൻ ലൈക്ക് ലേറ്റായിട്ടൊക്കെ ആണെങ്കിൽ ഫ്ലാറ്റിൽ പോയി കിടക്കുകയാണ് ചെയ്യുക, വർക്കൊക്കെ ഉള്ള സമയത്ത് അങ്ങനെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ചായയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ചായക്കുള്ള വെള്ളം വെച്ചിട്ട് അതിലൊരു സ്പൂൺ പഞ്ചസാര, ഒരു 2 to 2.5 സ്പൂൺ തേയിലിട്ടിട്ടുണ്ട്. നല്ല കടുപ്പുള്ള ചായക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പാല് തിളച്ച് വരുമ്പോൾ അതിന്ന് എടുത്തിട്ട് നമ്മൾ ചായ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് തിളച്ച് അപ്പം തന്നെ ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. എൻ്റെ ഭാഗ്യം കൊണ്ട് പോയില്ല, എനിക്ക് ഈ അബദ്ധം സ്ഥിരം പറ്റണതാണ്. പിന്നെ മുട്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വിസിലാകുമ്പോഴേക്കും തന്നെ അപ്പം തന്നെ ഓഫ് ചെയ്യും കേട്ടോ. എന്നിട്ട് ഞാൻ കുക്കറിൻ്റെ വെള്ളം വരുമല്ലോ, കുക്കറിന് നമ്മുടെ പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നതിൻ്റെ താഴെ കാണിക്കും, അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ വിസിൽ പോകുമല്ലോ. അങ്ങനെ മുട്ട പാകത്തിന് കിട്ടാറുണ്ട്. പിന്നെ നമുക്ക് പുട്ടിന് വേണ്ടിയിട്ട് വെക്കാനായിട്ട് ഞാൻ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ തേങ്ങയും അരിപ്പൊടിയും നമ്മൾ ഇന്നലെ തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട്. തേങ്ങ ഇന്നലെ തന്നെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് രാവിലെ കാര്യം കഴിയും. പിന്നെ രാവിലെ എനിക്ക് ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര മടി തോന്നില്ലേ നമുക്ക്. അപ്പോൾ അതൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം പണികൾ തലേദിവസം തന്നെ നമുക്ക് ചെയ്തു വെച്ചാൽ നല്ലതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട്. അപ്പോൾ ചിലർക്ക് ഇങ്ങനെ എല്ലാം ഫ്രഷ് ആയിട്ട് വേണമെന്നുണ്ട്. എന്ന് വെച്ചാൽ തേങ്ങയൊക്കെ അപ്പം ചിരകി അപ്പം ഉണ്ടാക്കണതൊക്കെ ഇഷ്ടം. അങ്ങനെ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെൽ ആൻഡ് ഗുഡ്, അങ്ങനെ ചെയ്യാവുന്നതാണ്. ശരിക്കും അങ്ങനത്തെ കാര്യത്തിലൊക്കെ നല്ല മടിയാണ് കേട്ടോ. പിന്നെ ചായ തിളച്ച് ആയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഗ്ലാസ്സിലാക്കി അടച്ചു വയ്ക്കും. അമ്മ വരുമ്പോൾ അമ്മ കുടിക്കും കേട്ടോ. അമ്മ ഇപ്പോൾ ജിമ്മിൽ പോയിരിക്കുകയാണ്. അമ്മ വാക്കിങ് തന്നെയാണ്, ത്രെഡ്മില്ല് അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അമ്മ പോയിരിക്കുകയാണ്. അപ്പോൾ അമ്മ ഒരു 7 മണിയാകുമ്പോഴേക്കും തിരിച്ചെത്തും. ഇപ്പോൾ എന്നിട്ട് ഞാൻ ബ്രൊക്കോളി ഉണ്ടല്ലോ, അതൊന്ന് ഒരു ചൂടുവെള്ളം അതിലേക്കാണ് കേട്ടോ ആക്കി വെക്കണത്, ഒന്ന് നുറുക്കിയിട്ട്. അപ്പോൾ എന്തെങ്കിലും ജീവികളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു സെറ്റ് പുട്ടായിട്ടുണ്ട്, നമുക്ക് ഒരു അര കുറ്റി പുട്ടും കൂടി വെക്കണം കേട്ടോ. അപ്പോൾ അതിനുള്ളതാക്കി നമുക്ക് വെക്കാം. അപ്പോൾ അമ്മയ്ക്ക്, എനിക്ക്, ഇമ്മക്കുട്ടിക്ക്, ഞങ്ങൾക്ക് 3 ആൾക്കും വേണ്ടിയിട്ടുള്ള പുട്ട് മതി. ഏട്ടൻ ഓട്സാണ് കഴിക്കുക രാവിലെ. അത് ഏട്ടൻ ഫ്ലാറ്റിൽ തന്നെ മിക്കവാറും പ്രിപ്പയർ ചെയ്യും കേട്ടോ അത്. പിന്നെ ഇമ്മക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലാസ് പാല്, എനിക്ക് ചിയാ സീഡ്സിൽ കുറച്ച് പാൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി കാച്ചി വെച്ചിരിക്കുന്ന പാല് പാത്രത്തിലാക്കി വെക്കുന്നുണ്ട്, അത് തണുത്തിട്ട് ഒഴിക്കും കേട്ടോ നമ്മൾ. പിന്നെ ഒരു ലേശം പഞ്ചസാര ഇടും ഇമ്മക്കുട്ടിയുടെ പാലിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് മാറ്റി വയ്ക്കും. അപ്പോൾ ഇത് ചൂടുക്കനെ ഒഴിച്ചാൽ കുഴപ്പമില്ല, കാരണം ഉള്ളിൽ സ്റ്റീലാണ് കേട്ടോ ആ ഗ്ലാസിൻ്റെ. പിന്നെ നമ്മളൊരു പാനിൽ കുറച്ച് ബട്ടർ ഒന്ന് തടവിയിട്ട് അതിൽ പനീറും അതേപോലെ തന്നെ ഒരു ബണ്ണും വേവിക്കാൻ ഇതാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ ആ സമയത്ത് തന്നെ ഓഫീസിലെത്തിയിട്ടുണ്ട്. ഏട്ടനൊരു 6 ഒക്കെ സമയമാകുമ്പോൾ തന്നെ ഓഫീസിലെത്തും. അപ്പോൾ അത്രയും നേരത്തെ ആയതുകൊണ്ടാണ് ഏട്ടൻ കൂടുതൽ ടൈം ഫ്ലാറ്റിൽ ഇപ്പോൾ സ്പെൻഡ് ചെയ്യണത്. അപ്പോൾ പഠിക്കാനൊക്കെ എളുപ്പമുണ്ടല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക്
ഉരുളക്കിഴങ്ങും ബ്രൊക്കോളിയും കൂടിയിട്ട് വേവിക്കാം. ഒരു സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് ആവണ സൂപ്പാണ് കേട്ടോ. അപ്പോൾ അത് ഉപ്പിട്ട് നമുക്ക് വേവിക്കാം. കുറച്ച് കുരുമുളക്, 2 കഷ്ണം വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് അത് വേവിക്കാം കേട്ടോ. അപ്പോൾ എമ്മക്കുട്ടിക്ക് ടിഫിന് വേണ്ടിയിട്ട് ഒരു 1/4 കഷ്ണം കുക്കുംബറും അതേപോലെ തന്നെ ക്യാരറ്റ് നമ്മൾ ഇങ്ങനെ അരിഞ്ഞു വെക്കുന്നുണ്ട്. ഇങ്ങനെ കഴിക്കാൻ എമ്മക്കുട്ടിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറും കൂട്ടാനും ഉപ്പേരിയും കൂട്ടി കഴിക്കും. അപ്പോൾ അതിൽ അങ്ങനെ വെജിറ്റബിൾസ് കഴിക്കുമല്ലോ. പിന്നെ ഇതിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരു ദിവസമാണ് നമ്മൾ ഇങ്ങനെ ബണ്ണ് കൊടുക്കുക. ഇത് നല്ല ഇഷ്ടമാണ് കേട്ടോ എമ്മക്കുട്ടിക്ക്. ഇവിടുത്തെ ഹെൽത്തി അല്ലെങ്കിൽ വല്ലപ്പോഴും അല്ല, 2 ആഴ്ചയിൽ ഒരു തവണയൊക്കെ ആയിട്ട് അങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ പനീരും നമ്മൾ 2 സൈഡ് മറിച്ചിട്ട് നന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇടനേരത്തെ ടിഫിന് വേണ്ടിയിട്ട് ഒരു ഓറഞ്ച്, ഒരു ബനാന, പിന്നെ ഒരു 3 കാഷ്യൂ, നട്ട്സിലൊരു 3 കാഷ്യൂ മാക്സിമം. തലേദിവസം വെള്ളത്തിലിട്ടത് കഴിക്കുകയാണെങ്കിൽ അതായിരിക്കും കേട്ടോ നന്നാവുക. പക്ഷേ കുട്ടിക്ക് അങ്ങനെ വെള്ളത്തിലിടുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം 2 or 3 കാഷ്യൂ മാത്രം അങ്ങനെ കൊടുക്കും കേട്ടോ. എന്നിട്ട് പാനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ അപ്പുറത്ത് എന്തെങ്കിലും പാത്രങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ തന്നെ അങ്ങനെ ക്ലിയർ ചെയ്തെടുക്കും കേട്ടോ. അപ്പം പിന്നെ വലിയ പാടില്ല, അധികം ഇല്ലല്ലോ. പിന്നെ ഇതാ മുട്ടയായിട്ടുണ്ട്. ഒരു കഷ്ണം ബണ്ണുണ്ടല്ലോ, അതെനിക്ക് അപ്പോൾ കൊതി തോന്നിയോണ്ട് എടുത്തതാണ്. സാധാരണ ഞാൻ അങ്ങനെ കഴിക്കാറില്ല, പക്ഷെ എനിക്കിഷ്ടമാണിത്. കാരണം ഇതിലൊക്കെ ഭയങ്കര ഷുഗർ കണ്ടൻറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആഴ്ചയിൽ ഒരു തവണ അങ്ങനെയൊക്കെയാണ് കഴിക്കുക. പിന്നെ ഞാൻ റൂമിൽ വന്ന് ജനലൊക്കെ തുറന്ന് തുമ്മിയപ്പോഴാണ് അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പീരീഡ്സിൻ്റെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ പീരീഡ്സിൻ്റെ. അപ്പോൾ അതിൻ്റെ നല്ല ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ സ്ലോ ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കുറച്ചും കൂടി സ്പീഡിൽ ചെയ്യും, പക്ഷെ എന്നാലും പീരീഡ്സിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഹിമക്കുട്ടിയെ വിളിക്കുക എന്നുള്ളതാണ്. അതിനൊരു 5 മിനിറ്റ് വേണം കേട്ടോ. കാരണം നേരത്തെ എണീക്കണ്ടേ, ഒരു 6:30 6:45 ആകുമ്പോൾ വിളിച്ചു തുടങ്ങും. 6:30 വിളിച്ചു തുടങ്ങി 6:45 എണീക്കും. പക്ഷെ അങ്ങനെ ഇടിപിടിയെന്ന് എനിക്കൊന്നുമില്ല. ഇങ്ങനെ പതുക്കെ അയ്യോ എനിക്ക് കുറച്ചും കൂടി ഉറങ്ങണം അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ എന്നെ പോലെ തന്നെ മോർണിംഗ് പേഴ്സൺ അല്ല ഇമ്മക്കുട്ടി. ഞങ്ങൾക്ക് 2 പേർക്കും രാവിലെ നേരത്തെ എണീക്കുന്നത് ഇഷ്ടമല്ല. പക്ഷേ ഏട്ടന് നേരെ തിരിച്ചു, ഏട്ടന് രാവിലെ നേരത്തെ എണീക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ ഇമ്മക്കുട്ടി അപ്പം പോയി കിടക്കും കേട്ടോ. പിന്നെ ഒരുവിധം പിടിച്ച് കൊണ്ടുവന്ന് ബ്രഷ് ചെയ്ത് പിന്നെ രാവിലെ തല കുളിക്കാറില്ല. ഉച്ചയ്ക്ക് വരുന്ന സമയത്താണ് തല കുളിക്കുക. മുടി 2 സൈഡിൽ കെട്ടണം, അപ്പോൾ മുടി ഉണങ്ങില്ല. അപ്പോൾ അതുകൊണ്ട് തല കുളിക്കാറില്ല. പെട്ടെന്ന് വെയിൽ കഴുകി വരാൻ പറ്റും കേട്ടോ. അത് കണ്ടോ പുറത്ത് നല്ലോണം ഫോഗ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ എന്തായാലും പറയാം മൂടൽമഞ്ഞ് പോലെ അങ്ങനെയുണ്ട്. പക്ഷെ എന്നാൽ അതിൻ്റെ ഒരു തണുപ്പില്ല താനും. പിന്നെ ഇമ്മക്കുട്ടിയുടെ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയാക്കി മുടിയൊക്കെ കെട്ടി ഇമ്മക്കുട്ടി പുട്ടാണ് കേട്ടോ കഴിച്ച്. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോയി നോക്കണതാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്, പക്ഷെ ഒരു തണുപ്പില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചത്. ഞാൻ മുട്ടയും ഒരു കുഞ്ഞി കഷ്ണം ബണ്ണും ഒരു പഴവുമാണ് കേട്ടോ കഴിക്കണത്. പാല് പിന്നെ ഞാൻ ചിയാ സീഡ്സിൻ്റെ കൂടെയാണ് കഴിക്കണം. അങ്ങനെ ആകുമ്പോൾ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, പഞ്ചസാരയുടെ ആവശ്യമില്ല, എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റും. അപ്പോൾ പാലുമായി ചിയാ സീഡ്സുമായി അങ്ങനെ. ഞാൻ ഡയറ്റ് കുറച്ചും കൂടി ശ്രദ്ധിക്കുന്നുണ്ട്, കാരണം ഞാൻ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഡയറ്റ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര ക്ഷീണമായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ചും കൂടിയൊക്കെ കാര്യമായിട്ട് കുറച്ചധികം കഴിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ കഴിക്കാൻ നോക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ്. ഇമ്മക്കുട്ടിയുടെ ബസ് സ്റ്റോപ്പിൽ നോക്കിയപ്പോൾ കൊണ്ട് ഭയങ്കര ഭയങ്കര മൂടൽമഞ്ഞ. ഇതിപ്പോൾ 7:30 കേട്ടോ സമയം. 7:30 സമയത്തുള്ള ഇതാണ്, കോടയാണ് കേട്ടോ ഇത്. അപ്പോൾ രാവിലെ 5 മണി സമയത്തൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു, 6 മണി സമയത്തൊക്കെ നല്ലോണം ഉണ്ട്. നമുക്ക് തൊട്ട് മുന്നിൽ നിൽക്കുന്ന ആളെ കാണാൻ പറ്റാത്ത രീതിയിൽ ഗോവയിൽ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ, പക്ഷേ അതിൻ്റെ ഒരു തണുപ്പും ഉണ്ടാവാറില്ല. അപ്പോൾ അത് ബസ് വരണ കണ്ടോ, ദൂരേക്ക് നിന്നും ബസ് കാണാൻ തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമുക്കുട്ടി ബസ്സിൽ കയറി പോയി. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് നമുക്ക് ജിം ഔട്ട്ഫിറ്റിലേക്ക് മാറണം. അപ്പോൾ ഒരു ഔട്ട്ഫിറ്റ് എടുത്തിടണം. ഞാൻ സാധാരണ ജിമ്മിലേക്ക് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ സിവാമയെന്നൊക്കെ മേടിച്ചിട്ടുള്ള നല്ല രസമായിട്ടുള്ള ഔട്ട്ഫിറ്റൊക്കെ ഇടാറുണ്ട്. പക്ഷേ ഇന്ന് എനിക്ക് അത്ര മൂടൊന്നുമില്ല, ഏതെങ്കിലും എടുത്തിടും. അങ്ങനെയും പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ മണി പ്ലാന്റ്സ് ഒക്കെ കണ്ടോ, നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഓർമ്മയുണ്ടോ അന്ന് നമ്മൾ കുറേ നാൾ മുമ്പ് വ്ളോഗ് ചെയ്തപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ ഓരോ കുഞ്ഞി കഷ്ണം മണി പ്ലാന്റ് ഓരോ ഇല വെച്ചിട്ടൊക്കെയാണ് നട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നാണ് വളർന്ന് ഇത്ര വന്ന്. നമ്മൾ വെള്ളം നനച്ചു കൊടുക്കും കൃത്യമായിട്ട്. അത് കൂടാണ്ട് പാലില്ലേ, അത് കവറ് കഴുകിയിട്ട് നമ്മൾ എടുക്കില്ല, അത് ഞാൻ ഈ മണി പ്ലാന്റിലേക്ക് ഒഴിച്ചു കൊടുക്കും. പിന്നെ അമ്മ ഈ മുട്ടയുടെ തോടിട്ട് കൊടുക്കാറുണ്ട്, ചിലപ്പോൾ ചായയിലിട്ട് കൊടുക്കാറുണ്ട്. അത്ര തന്നെയുള്ളൂ. അല്ലാണ്ട് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഒരു തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യില്ല കേട്ടോ. എന്നിട്ടും മണി പ്ലാന്റ് നന്നായി വളരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എനിക്ക് മണി പ്ലാന്റിനുള്ള സ്നേഹം അതിന് മനസ്സിലായി തോന്നുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും. പിന്നെ ഇത് ആമസോണിൽ നിന്ന് മേടിച്ചിട്ടുള്ള ടീഷർട്ട്, പണ്ട് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ജിമ്മിൽ പോകാൻ നല്ല മടിയുണ്ട്, എസ്പെഷ്യലി പീരിയഡ്സിന് ഫസ്റ്റ് ഡേ കൂടി ആയതുകൊണ്ട് എനിക്ക് മടിയുണ്ട്. പക്ഷേ ഞാൻ എന്നെ തന്നെ നന്നായി പുഷ് ചെയ്തിട്ട് പോവാണ്. പിന്നെ എനിക്ക് പീരിയഡ്സിൻ്റെ സമയത്ത് വർക്കൗട്ട് ചെയ്യണോണ്ട് കുഴപ്പമില്ല, അതുകൊണ്ടാണ് ഞാൻ വർക്കൗട്ട് ചെയ്യണത്. എല്ലാവർക്കും അതും
ലൈക്ക് പ്രശ്നമില്ലാത്തതാവില്ല, ചിലർക്കത് ബുദ്ധിമുട്ടാവും. അങ്ങനെയാണെങ്കിൽ വർക്കൗട്ട് ചെയ്യേണ്ട കേട്ടോ. നമ്മുടെ ബോഡിക്ക് എന്താണോ റെഡി ആയിട്ട് തോന്നുന്നത് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഞാൻ മുതൽക്കേ പീരീഡ്സിൻ്റെ സമയത്ത് ഒരു കാര്യത്തിനും ബ്രേക്ക് എടുക്കാറില്ല, ചെറുപ്പം മുതൽക്കേ. അപ്പോൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ജിമ്മിൽ പോണ വഴിക്കാണ് കേട്ടോ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു കാർഡ് എഫക്റ്റ് അല്ലേ. അപ്പോൾ ഇതാ ഞാൻ ജിമ്മിൻ്റെ പുറത്താണ് ഞാൻ വാം അപ്പ് എക്സസൈസ് ചെയ്യാം. ഇതിപ്പോൾ എനിക്ക് ബൈ ഹാർട്ടാണ്, ഞാനൊരു യൂട്യൂബ് വീഡിയോ നോക്കി പഠിച്ചതാണ്. ഒരു 8 to 10 മിനിറ്റ്സിന് വാം അപ്പ് എക്സസൈസ് ചെയ്യും. എസ്പെഷ്യലി രാവിലെ ചെയ്യുമ്പോൾ, ജിമ്മിലൊക്കെ പോയിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ, നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് വാം അപ്പ് ചെയ്തില്ലെങ്കിൽ നല്ല പണി കിട്ടും കേട്ടോ. മസിൽസൊക്കെ ഭയങ്കര കോൾഡായിട്ടിരിക്കുന്ന സമയമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് വാം അപ്പ് ചെയ്യും. ഒരു 7 to 10 മിനിറ്റ്സ് എന്തായാലും വാം അപ്പ് എക്സസൈസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ നല്ല എളുപ്പമായിട്ട് തോന്നും, പക്ഷേ നല്ല ക്ഷീണമാവട്ടെ നമുക്ക് 7 to 8 മിനിറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് നമ്മുടെ ബോഡി നന്നായിട്ടൊക്കെ വേർത്ത് പ്രിപ്പയർഡ് ആയിട്ടുണ്ടാവും. നമുക്ക് വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് തോന്നുന്നു വെയിറ്റ് ട്രെയിനിങ് ഒക്കെ നമ്മൾ വൈകിട്ടാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഇത്ര വാം അപ്പിൻ്റെ ആവശ്യം വരില്ലായിരിക്കും ശരിക്കും. പക്ഷെ ഞാൻ കാര്യമായിട്ട് തന്നെ ചെയ്യാറുണ്ട്. ഇന്ന് നമ്മൾ ട്രൈസെപ്സും ബൈസെപ്സും കൈയിന് വേണ്ടിയിട്ടുള്ള എക്സസൈസാണ് ചെയ്യണത്. ഓരോ ദിവസം ഓരോന്നിന് വേണ്ടിയിട്ടാണ് ചെയ്യുക. ഇന്ന് ഞാൻ അധികം ചെയ്യണില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ലൈറ്റായിട്ടാണ് പോണത് ഇന്ന്. പീരീഡ്സിൻ്റെ ഇത് ഉള്ളതാണ് ഞാൻ കുറച്ച് ലൈറ്റായിട്ടാണ് ചെയ്യണത്. എനിക്ക് പറ്റാവുന്ന രീതിയിൽ എന്നെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടിച്ചിട്ടൊന്നും ചെയ്യണില്ല. എന്നാൽ എനിക്ക് ചെയ്യാണ്ടിരുന്ന ഭയങ്കര വിഷമം തോന്നും. അപ്പോൾ ഞാൻ ഇടയിൽ ഒരാഴ്ച ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ജിമ്മിൽ നിന്ന്. അപ്പോൾ തന്നെ എനിക്ക് കഴുത്ത് വേദന നല്ലോണം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ചെയ്തു. ഇത് കാർഡിയോ ആണ് ചെയ്യുന്നത്. ഇതാണ് കേട്ടോ എൻ്റെ ജിം ഇൻസ്ട്രക്ടർ സാറ്. ഇപ്പുറത്ത് നിൽക്കുന്ന കുട്ടിയാണ് എൻ്റെ ജിം പാർട്ട്ണർ. ഞങ്ങൾ രണ്ടാളും കൂടിയാണ് ചെയ്യുക. സാറ് പറഞ്ഞു തരും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മളിതേ ജിമ്മിൽ നിന്ന് തിരിച്ചെത്തി. വർക്കൗട്ട് കഴിയുമ്പോൾ ഒരു ഗ്ലോ വരും കേട്ടോ സ്കിന്നിന്. അത് നല്ലതാണ് കാണാനായിട്ട്, നല്ല രസമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചെത്തി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മൾ ശരിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ ഞാൻ പുട്ട് കഴിക്കും കേട്ടോ. ഞാനിപ്പോൾ പ്രോട്ടീൻ പൗഡറൊന്നും എടുക്കണില്ല, ജസ്റ്റ് ഇത് തന്നെ എടുക്കണേ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ കഴിക്കണ പോലെ തന്നെ കഴിക്കും, ലേശം എക്സ്ട്രാ കഴിക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ സ്കിപ്പ് ചെയ്യില്ല ഒന്നും. അല്ലെങ്കിൽ ഞാൻ സ്കിപ്പ് ചെയ്യാറില്ല, കുറച്ചെങ്കിൽ കുറച്ച് കഴിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചും കൂടി ഒന്ന് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ഫുഡ്. പിന്നെ കഴിക്കുന്ന എന്താണെന്ന് ഒന്നും കൂടി നന്നായി നോക്കിയാണ് കഴിക്കുക. അങ്ങനെയൊക്കെ അത്രയേ ഉള്ളൂ കേട്ടോ, വലിയ വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. പിന്നെ കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അത് എഡിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫുൾ നല്ലോണം കുളിച്ചതല്ലേ വെച്ചാൽ നല്ല തണുത്ത വെള്ളത്തിൽ സോപ്പൊക്കെ ഇട്ട് കഴുകുക, കാരണം ജിമ്മിലൊക്കെ പോയി വന്നതല്ലേ. അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ട് കൊടുക്കുന്നുണ്ട്. സൺസ്ക്രീൻ ഞാൻ ദിവസത്തിൽ 2 തവണ എന്തായാലും, ചിലപ്പോൾ 3 തവണയൊക്കെ അപ്ലൈ ചെയ്യും കേട്ടോ. അത് ഞാൻ സ്കിപ്പ് ചെയ്യാറേ ഇല്ല, ഇപ്പോൾ നല്ലോണം ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് ഫ്ലാറ്റിലേക്ക് പോവാം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനെക്കാട്ടിലും മുന്നേ ബാഗൊക്കെ പാക്ക് ചെയ്ത് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ. അത് നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ജാക്കറ്റ് ഇടും. 2 വീലറല്ലേ ഓടിക്കണേ, അല്ലെങ്കിൽ പിന്നെ നല്ലോണം വെയിൽ തട്ടിയിട്ട് ആകെ ടാനോ. പിന്നെ ഗോവ ഇപ്പോൾ ഇങ്ങനെ കത്തിക്കരിഞ്ഞ് നിൽക്കുന്ന സമയം കേട്ടോ. രാവിലെ ആ കണ്ട ഫോഗൊന്നും കണ്ടിട്ട് കണക്കാക്കണ്ട, അതൊരു ചതിയാണ്. നല്ല വെയിലാണ്, ഭയങ്കരമായിട്ട് നമ്മൾ കരിഞ്ഞു. പിന്നെ അടുക്കളയിൽ ബാക്കി പിന്നെ ലൈക്ക് ഉച്ചക്കലത്തെ എല്ലാം അമ്മ നോക്കൂട്ടോ. ഇതൊക്കെ അമ്മ എടുത്തു വെച്ചിരിക്കുന്നത്. അത് പിന്നെ കഞ്ഞിവെള്ളം നാളത്തേക്ക് വേണ്ടിയിട്ട് ആണ് എടുത്തിട്ടില്ല. പിന്നെ കപ്പയൊക്കെ ഉണ്ട്, അതൊക്കെ അമ്മ ഉണ്ടാക്കിക്കോളൂ. പിന്നെ ബ്രോക്കലിയുടെ ബാക്കി വേവിച്ച് വെച്ചിട്ടുണ്ട്, അതും അമ്മ സൂപ്പ് ഉണ്ടാക്കും കേട്ടോ. പിന്നെ എനിക്ക് ധൃതിയുണ്ട്, എഡിറ്റ് ചെയ്തപ്പോൾ തന്നെ വൈകി. ഇപ്പോൾ വേഗം പോവാണ്. ഞാൻ ഒരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ടിഫിൻ എടുത്തിട്ടില്ല ഉച്ചക്കലത്തെ, കാരണം ഞാനൊരു 2 മണി കൊടുക്കണം തിരിച്ചെത്തണം എന്ന് വിചാരിച്ചിട്ടാണ്. ഇമ്മക്കുട്ടി എത്തണേക്കാട്ടിനും മുന്നേ നല്ല നട്ടപ്പുറ വെയിലായിരുന്നു കേട്ടോ. നട്ടപ്പുറ വെയിലത്ത് ഞാൻ ക്ഷീണിച്ചു പോയി. 5 മിനിറ്റേ ഡ്രൈവ് ഉള്ളൂ, എന്നാൽ തന്നെ ഭയങ്കര ക്ഷീണം തോന്നും നമുക്ക്. അപ്പോൾ ഫ്ലാറ്റിൽ ഹാള് കറവറാന്നാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഫുള്ള് വൃത്തിയാക്കിയതാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ നമ്മൾ മറ്റേ റൂമിലുണ്ടല്ലോ, അവിടെയാണ് എല്ലാം എടുത്തു വെച്ചിട്ടുള്ളത്. അവിടെ നിന്നാണ് എല്ലാ മേക്കപ്പ് പ്രോഡക്ട്സ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ ലുക്സൊക്കെ ചെയ്യണം. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ തിരിച്ചു വെക്കാറില്ല. ആഴ്ചയിൽ 2 ദിവസമൊക്കെ മേക്കപ്പ് ചെയ്യണതുണ്ട്. അപ്പോൾ ആ 2 ദിവസത്തേക്ക് വേണ്ടിയിട്ട് അത് അവിടെ തന്നെ ഇരുന്നോട്ടെ വിചാരിക്കും. അപ്പോൾ ഇന്ന് വേണ്ട സംഗതികളെല്ലാം ഞാൻ പെറുക്കി കൂട്ടി എടുത്തിട്ട് ഇനി നമ്മൾ ഹാളിലേക്ക് പോവുകയാണ്. ഞാൻ ഉടുപ്പൊക്കെ ഇട്ടു. ഇന്നിപ്പോൾ നമ്മളൊരു ഹെയർ സ്റ്റൈൽ വീഡിയോ, ഇതിങ്ങനത്തെ മുടിയിൽ, അതായത് ഗ്രീസി ആയിട്ടുള്ള ഹെയറിലൊക്കെ പറ്റിയിട്ടുള്ള ഹെയർ സ്റ്റൈൽ വീഡിയോ ആണ് നമ്മൾ കാണുന്നത് ഷൂട്ട് ചെയ്യാൻ പോണത്. മുടി ഞാൻ പിന്നെയും കളർ മാറ്റിയിട്ടോ. അയ്യോ, എനിക്കെൻ്റെ കളർഡ് ഹെയർ ഇഷ്ടമായിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ ഇനി വിഷു ഒക്കെ വരുമല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ മാറ്റിയത്. ഇനി പഴയ പോലെ ആക്കണമെങ്കിൽ
ആണെങ്കിലും അത് പതുക്കെ പൊയ്ക്കോളും. പിന്നെ ഇത് നമ്മുടെ അവിടുത്തെ പ്രാവാണ്. ഇത് കാണുമ്പോൾ അത്ര രസമാണെങ്കിലും പക്ഷേ ഇത് ഒട്ടും നല്ലതല്ല കേട്ടോ. അപ്പോൾ ഞാൻ ബാൽക്കണി തുറക്കാറില്ല, നമ്മുടെ വീട്ടിലേക്ക് വെൻറ്റിലേഷൻ ഒന്നുമില്ല. ഇതിപ്പോൾ ഇങ്ങനെ അത് വന്ന് കൂട് കൂട്ടി, ഇപ്പം എനിക്ക് പിന്നെ വൃത്തിയാക്കാൻ തോന്നിയില്ല, ഒരു ജീവനല്ല, അതവിടെ ഇരുന്നോട്ടെ. പക്ഷേ ഈ പ്രാവ് പറന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗ്രില്ലിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് ആ ഓണറോട് ചോദിക്കണമായിരുന്നു, നമുക്ക് ഒരു വർഷത്തേക്കെങ്കിലും തരുമോ, അതിനെക്കാട്ടും മുന്നേ മാറിപ്പോണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കാശ് മുടക്കിയിട്ടൊക്കെ ഗ്രില്ലിട്ട് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമല്ലേ. അപ്പം അതുകൊണ്ട് ആളോട് ഒന്നും കൂടി കൃത്യതയോടുകൂടി ചോദിച്ചതിന് ശേഷം നമ്മളിവിടെ ആണോ എന്നും കൂടി ഉറപ്പാക്കിയതിന് ശേഷം ഈ ഇവറ്റങ്ങളെ ഓടിച്ചിട്ട് ഗ്രില്ലിടണം. കാരണം ഈ പ്രാവിൻ്റെ കാഷ്ടമൊന്നും നല്ലതല്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒന്നും ബാൽക്കണി തുറക്കാറില്ല, ഇവിടെ മാത്രമേ അടിച്ചു വാരി തുടയ്ക്കാറുള്ളൂ, വീട്ടിൽ മാത്രം. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ, ഹെയർ സ്റ്റൈൽ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ മുടിയൊക്കെ അഴിച്ച് ഇനി അടുത്ത വീഡിയോ ഷൂട്ട് ചെയ്യണം. അപ്പോൾ എനിക്കിന്ന് 2 വീഡിയോ ഷൂട്ട് ചെയ്യണമായിരുന്നു. 2 വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഉച്ച കൊടുക്കണേ നമ്മൾ തിരിച്ച് പോകും കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മോർണിംഗ് റുട്ടീൻ. അപ്പോൾ ഒരു 11 മണിയായിട്ടോ, 11 മണി വരെയുള്ള സമയമുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ വൺ വീക്ക് ഓഫ് ഡേ ഇൻ മൈ ലൈഫ്, അതേപോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ആയിട്ട് വരാം കേട്ടോ. എനിക്ക് കുറച്ച് സമയം വേണം, എന്തായാലും ചെയ്യാം. ജിമ്മിൽ പോക്കും ഒക്കെ കൂടിയിട്ട് ആകെ തിക്കും തിരക്കും ബഹള. പെട്ടെന്ന് തന്നെ ഇതെല്ലാം കൂടിയിട്ട് ചെയ്യാം കേട്ടോ. ലവ് യു ഓൾ സോ മച്ച്. ബൈ.